അവരുടെ പ്രശ്നം? മോനെ ഹരീഷേ, ആ പരാതി മാഡത്തിന് കൊടുക്കാം. മാഡം, ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് രുക്മിണി, ഇത് ഹരീഷ്, ഇത് ഹരീഷിന്റെ ഭാര്യ ശ്രീലക്ഷ്മി. ഞാൻ ഈ പെറ്റീഷൻ ഒന്ന് വായിക്കട്ടെ. ഓ യെസ്. ഭീഷണിപ്പെടുത്തി വസ്തുവും വീടും തട്ടിയെടുത്തു. അതെ മാഡം, വളരെ കഷ്ടപ്പെട്ട് ഞാനും എന്റെ മോളും താമസിക്കാൻ വേണ്ടി സമ്പാദിച്ചതാ. അതാ വർമ്മ സാറ് റൗഡിത്തരം കാണിച്ച് തട്ടിയെടുത്തത്. ഈ വീടും പറമ്പും ഒക്കെ അങ്ങനെ തട്ടിയെടുക്കാൻ പറ്റുമോ? ഇതിന് ആധാരം വേണ്ടേ? രജിസ്ട്രേഷൻ നടക്കണ്ടേ? മാഡം, ഈ വർമ്മ സാറിന്റെ മരുമോനും കുടുംബവും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 10-20 കൊല്ലമായിട്ട് അവരവിടെയായിരുന്നു താമസം. വർമ്മസാറിന്റെ മരുമകൻ രാജുവിന്റെ പെങ്ങളാ ഞാൻ. ഞങ്ങള് വാടക വീട് ഒഴിയണമെന്ന് 1000 വട്ടം അവരോട് പറഞ്ഞതാ. ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ ഞങ്ങള് വീടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡില് ഭാസ്കരൻ എന്നൊരാൾക്ക് വിറ്റു. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന ഒരാളല്ലേ? ഒരു മന്ത്രിയായിരുന്ന ആളല്ലേ? മന്ത്രിയോ? അയാളൊരു മാടമ്പിയാണ് മാഡം. അടിയാന്മാരെ തെങ്ങേ പിടിച്ച് കെട്ടിയിട്ട് ഉടയാന്മാർ തല്ലി തല്ലി പൊട്ടിച്ചിരിക്കുന്ന 18ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലഘട്ടമില്ലേ, ആ കാലഘട്ടത്തിലെ ഒരു ജമ്മിയുടെ അനന്തരാവകാശിയാണ് ഈ പ്രതാപവർമ്മ. അവനെയൊക്കെയാണ് ജനങ്ങൾ വാഴ്ത്തുന്നതും പൂജിക്കുന്നതും. പാവങ്ങളോട് ഇങ്ങനെയുള്ള അതിക്രമം കാണിക്കാമോ മാഡം? എന്റെ മോൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. ആ കുടുംബത്തിൽ നീ പാവപ്പെട്ട കുഞ്ഞിനെ, ആ കുടുംബത്തെ ആകെപ്പാടെ മനുഷ്യപ്പറ്റുള്ള ഒരേ ഒരു സന്തതി ഇവള് മാത്രം. ഈ കുഞ്ഞ് ഗർഭിണിയായി. വളകാപ്പെന്ന് ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചൊരു ഫംഗ്ഷനും അവര് നടത്തി. അന്നീ വർമ്മസാറും ഉണ്ടായിരുന്നു. അവള് ഈ മോളുടെ അമ്മ രാധമ്മ ഉണ്ണിയപ്പത്തിൽ കെമിക്കൽ ചേർത്ത്. ഗുഡ് മോർണിംഗ്. ഇരിക്കും. സാറിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെടാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. മാഡം ഒറ്റപ്പാലം സബ് കളക്ടറോ മറ്റോ ആയിരിക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന എന്റെ ഓർമ്മ. സാറ് എന്നെ കണ്ടിരിക്കാം, പക്ഷെ സാറിനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ആ, ചിലപ്പോ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. അതിരിക്കട്ടെ, എന്നെ വിളിപ്പിച്ചത്? അങ്ങ് വളരെ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടിരുന്ന ആളാണ്. അങ്ങേക്കെല്ലാ നിയമവശങ്ങളും അറിയാം. ഞാൻ സാറിനെ വിളിപ്പിച്ചത് സാറിനത്ര സുഖകരമല്ലാത്തൊരു കാര്യം പറയാന്. ആ, എന്തായാലും പറഞ്ഞോളൂ. ഞാനും അത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷനിലൂടെയാ കടന്നു പോകുന്നത്. അത് പൊളിറ്റിക്സ് അല്ലേ? IAS-കാർക്ക് അറിയാത്ത എന്ത് പൊളിറ്റിക്സാ സാറേ ഉള്ളത്? പൊളിറ്റീഷ്യൻസ് പ്രധാനമായിട്ടും 2 തരക്കാരാ. ഒന്ന് പ്രതിബദ്ധതയുള്ളവരും, മറ്റൊന്ന് പൊളിറ്റിക്സ് ബിസിനസ് ആക്കിയവരും. ഈ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ സാറിനെ വിളിപ്പിച്ചത്. മനസ്സിലായി. സുഖകരമല്ലാത്ത എന്തോ ഒരു കാര്യം പറയാനാണല്ലോ. കേക്കട്ടെ. എനിക്ക് സാറിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രുക്മിണി എന്നൊരു പാവം സ്ത്രീയുടെ വീടും പറമ്പും സാറ് ബലമായി കൈവശപ്പെടുത്തി സാറിന്റെ മരുമകന്റെ അമ്മയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്നാണ് കംപ്ലൈന്റ്. ഈ കംപ്ലൈന്റ് തന്ന രുക്മിണിയെ കുറിച്ച് മാഡം ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു എന്നെ വിളിക്കാൻ. ഞാൻ അന്വേഷിച്ചിരുന്നു. മാഡം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രുക്മിണി ഒരു പാവം സ്ത്രീയാണെന്ന് മാഡം പറഞ്ഞല്ലോ എന്ന് കേട്ടുള്ളൂ. രുക്മിണി ഒരു പാവം സ്ത്രീയല്ല. അവർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരിയാ. പരിശോധിച്ചാൽ പോലീസ് രേഖകളിൽ കാണും. ഓപ്പറേഷൻ കുബേരക്കാലത്ത് ജയിലിൽ കിടന്ന ആളാ
രുക്മിണിയുടെ ഹസ്ബൻഡ്. അവര് തന്ന പരാതിയിൽ വാസ്തവമില്ലേ? വാസ്തവമില്ല. എന്റെ മരുമകന്റെ കുടുംബം ഈ രുക്മിണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസവരാ. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയപ്പോ വാടകക്കാരോട് ചോദിക്കാതെ അവരുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോ ഞങ്ങളുടെ വീട് ഞങ്ങൾ അങ്ങ് വിറ്റു, ഈ ഭാസ്കറിന് വിറ്റു. ഭാസ്കറിനോട് തീരാതരം നടത്തി ആ വസ്തു എന്റെ മരുമകന്റെ അമ്മയുടെ പേരിൽ വാങ്ങി. ഇതാണ് സത്യം. സാറും മരുമകനും കൂടി ഭീഷണിപ്പെടുത്തി വീടും പറമ്പും വാങ്ങിച്ചു എന്നാണ് പരാതി. രജിസ്ട്രേഷൻ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് പണവും വാങ്ങിയ ശേഷം കളക്ടർക്ക് പരാതി തന്നിരിക്കുന്നു. ഇതൊക്കെ പുതുമയുള്ള കാര്യമാണല്ലോ. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും മാഡം എന്നെ പിടിക്കരുതായിരുന്നു. സാറിനിത് ചെറിയ കാര്യമായിരിക്കും. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഒരു സാധാരണ സ്ത്രീയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും കൈകടത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന നടപടി നിയമവിരുദ്ധമാണ്. കളക്ടർ എന്ന നിലയില് എനിക്കിതില് നടപടിയെടുത്തേ ഒക്കൂ. ഞാനിതില് ശക്തമായി നടപടിയെടുക്കും. അന്വേഷിച്ച് ന്യായമായ രീതിയിൽ എന്ത് നടപടിയെടുത്താലും ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും. പക്ഷേ ന്യായമായിരിക്കണമെന്ന് മാത്രം. 6 തവണ MLA-യും അതിലുപരി മന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ച ചരിത്രമേ പ്രതാപവർമ്മയ്ക്കുള്ളൂ. ഒരാളെയും ഉപദ്രവിച്ച ഒരു ചരിത്രവും എന്റെ ജീവിത നിഘണ്ടുവിലില്ല. പരിശോധിക്കാം എന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും, എന്നിട്ട് നടപടിയെടുത്തുള്ളൂ. പക്ഷേ എടുക്കുന്ന നടപടി അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രം.